വാഴപ്പൂ കൊണ്ടുള്ള ഉപ്പേരി കഴിച്ചിട്ടുണ്ടോ? സൂപ്പർ ടേസ്റ്റാണ്. അത് തയ്യാറാക്കാനുള്ള തുടക്കം മാത്രമാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അത് കഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ വാഴപ്പൂവിൻ്റെ ആ കൂമ്പെടുത്തിട്ട് അത് പൊട്ടിച്ചാൽ അതിനകത്ത് കുറേ നാമ്പുകളുണ്ടാവും. ഈ നാമ്പുകളെ ഓരോന്നായിട്ട് എടുക്കണം. എടുത്തിട്ട് അതിനകത്തുള്ള ചെറുനാമ്പുകൾ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് അത് നന്നായിട്ട് കഴുകുക. അതൊരു ചെറിയൊരു ടാസ്ക്കാണ്, കാരണം ഒരുപാട് നാമ്പുകൾ കാണും അതിൽ. അത് ചെയ്തിട്ട് അതൊക്കെ കൂടി കഴുകിയെടുത്തിട്ട് നുറുങ്ങ് പീസുകളായിട്ട് നുറുക്കിയെടുക്കണം. നന്നായിട്ട് പൊടി പൊടിയായിട്ട് നുറുക്കിയെടുക്കണം. ആ നുറുക്കിയെടുക്കുന്ന ആ പീസസ് അതൊക്കെ കൂടി നന്നായിട്ട് ഒരു പാത്രത്തിലിട്ട് കഴുകിയെടുത്താൽ അത് നന്നായിട്ട് ചീഞ്ചട്ടിയിട്ട് വറുത്തെടുത്ത് ഒരു സ്റ്റൈലുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും. വാഴപ്പൂ കൊണ്ട് ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു സാധനമാണ് ഇത്. ആദ്യം തന്നെ കടുക് വെച്ച് ചീഞ്ചട്ടി വെച്ച് അതിൽ കടുകിട്ട് ഉഴുന്ന് പരിപ്പിട്ട് 2 വറമുളക് ചുവപ്പ് പൊട്ടിച്ച് അതിലിട്ട് നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചുവന്ന കളറായതിനു ശേഷം ഈ വാഴപ്പൂവിനെ പൊടി പൊടിയായി നുറുക്കിയിരിക്കണം. ഈ നുറുക്കിയതിനെ നല്ലവണ്ണം വെള്ളമില്ലാണ്ട് പിഴിഞ്ഞ് ഈ വറുത്തിട്ടിട്ട ചീഞ്ചട്ടിയിൽ നല്ലവണ്ണം ഇടുക. നല്ലവണ്ണം ഇതിനെ ഇട്ട ശേഷം മഞ്ഞപ്പൊടിയും ഉപ്പും അതിലിടണം. മഞ്ഞപ്പൊടിയും ഉപ്പും ഇതിലിട്ട ശേഷം നല്ലവണ്ണം ഒരു നല്ല സ്റ്റീം ചെറുതാക്കി വെച്ച് സ്റ്റൗവിനെ പ്ലേറ്റ് ഇട്ട് നല്ലവണ്ണം അതിന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ എടുത്ത് നല്ലവണ്ണം ഒന്ന് കരണ്ടി കൊണ്ട് മസിച്ച് ഉപ്പേരിയാക്കി വെച്ച് മുകളിൽ ലേശം നാളികേരവും ഇട്ട് ചോറ് കൂട്ടി ഊണ് കഴിക്കാൻ വളരെ ഉചിതമായ ഒരു സാധനമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരവരുടെ തൊടിയിൽ തന്നെ കിട്ടുന്നതാണല്ലോ വാഴപ്പൂവ്. എല്ലാവരും അവരവരുടെ വീട്ടിലുള്ളതിനെ വെറുതെ കളയാതെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ.